എൻ്റെ ദേവേട്ടാ, ഇതൊന്നും ഒരു വേദനയല്ല. അവൻ്റെ വിഷമം കണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു. നച്ചു, ആവശ്യമില്ലാത്ത വാശികൾ ഇതോടെ നിർത്തിക്കോ, കേട്ടല്ലോ. അവൻ്റെ മുഖം കല്ലായി. ഷോ, ഇങ്ങനെ ചൂടാവല്ലേ ദേവേട്ടാ. ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടായി, അതല്ലേ ഞാൻ. ദേവേട്ടൻ നോക്കിക്കേ, ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായില്ലേ? അവൾ കൊഞ്ചലോടെ ചോദിച്ചു. അവൻ ഒന്ന് അമർത്തി മൂളി. അവൻ തിരിഞ്ഞ സ്റ്റാഫിനെ നോക്കി. അവരാണെ മുന്നിൽ കാണുന്നതിലൊക്കെ അമ്പരന്ന് നിൽപ്പാണ്. അതേ, ഇവിടെ എന്ത് കാണാൻ നിൽക്കുക? അവൻ്റെ ചോദ്യം അവരെ ഞെട്ടിച്ചു. അത് ഞാൻ പോയി ഞാൻ വാങ്ങിയതെടുത്തിട്ട് വാ, ഇവിടെ ഞാൻ നിന്നോളാം. സർ, നിങ്ങൾക്ക് പോകാം, ഇതത്ര വലിയ പ്രോബ്ലം ഒന്നുമല്ല. കാതു കുത്തും പോലെ അത്രയേ ഉള്ളൂ. അതെയോ? എങ്കിൽ പിന്നെ നിങ്ങളുടെ ശരീരം മുഴുവൻ കുത്തി ഇതുപോലെ വാങ്ങി തൂക്ക്. ബോധിപ്പിക്കാൻ വന്നേക്കുന്നു. പോയി പറഞ്ഞേ ചെയ്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവേട്ടാ, നച്ചു ശാസനയോടെ വിളിച്ചു. നച്ചു, നീ മിണ്ടാതെ കിടന്നോ, എനിക്കിതൊക്കെ കണ്ടിട്ട്. അവൻ കൈമുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞിടിച്ചു. അതോടെ സ്റ്റാഫ് ജീവനും കൊണ്ടോടി. നച്ചുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ദേഷ്യമൊന്ന് കൺട്രോൾ ചെയ്ത് തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ കിടക്കുന്ന നച്ചുവിനെയാണ്. അവൻ്റെ ദേഷ്യം മഞ്ഞ മല പോലുരുകി. നച്ചു, സോറി കുഞ്ഞാ, എനിക്ക് നിന്റെ വേദന കണ്ടപ്പോൾ ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്, അതാ എനിക്ക്. അവൻ്റെ മുഖം ദയനീയമായി. സർ, അകത്തേക്കെത്തി പാക്കറ്റിൽ വെച്ചിട്ട് അവർ ഓടിക്കളഞ്ഞു. അത് കണ്ടതും നച്ചു പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി അഗ്നിയിലേക്കും പടർന്നു. നച്ചു, കഷ്ടമുണ്ട് ദേവേട്ടാ, ആ ചേച്ചിയെ പേടിപ്പിച്ചു വിടണ്ടായിരുന്നു. അല്ല, അവരുടെ പറച്ചിൽ കേട്ടില്ലേ? ലോലമായ ഭാഗത്ത് കുത്തിക്കഴിച്ചിട്ട് പ്രോബ്ലം ഉണ്ടാകില്ല പോലും. സ്ത്രീയായിപ്പോയി ഇല്ലേ? നച്ചു പുരികമുയർത്തി. അതിപ്പോ പോരട്ടെ, സ്ത്രീയായിപ്പോയി ഇല്ലേ, അവരുടെ എല്ലായിടത്തും ഞാൻ ഇതുപോലെ ഹോളിട്ട് ഓരോ റിങ്ങും തൂക്കി കൊടുത്തേനെ. ദേഷ്യത്തിൽ അഗ്നി പറഞ്ഞു. എൻ്റെ ദേവേട്ടാ, അവൾ ചിരിച്ചു. വാ പിടിക്ക്, ഞാൻ എണീക്കട്ടെ, നമുക്ക് പോണ്ടേ? എണീക്കണ്ട, നിക്ക്. അവൻ വേഗം പാക്കറ്റ് എടുത്ത് ടേബിളിൽ വെച്ചു. അവളുടെ അടുത്തേക്ക് വന്നു. റിങ് കിടക്കുന്നത് നോക്കി അവന് വീണ്ടും വിഷമം തോന്നി. പെട്ടെന്ന് അവളെ കയ്യിൽ കോരിയെടുത്തു. എൻ്റെ ദേവേട്ടാ, ഞാൻ നടന്നോളാം. നച്ചു, മിണ്ടാതെ കിടന്നോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആണോ? ഏതിലെയാ ദേവേട്ടാ? അവളുടെ കണ്ണിൽ കുസൃതി. നച്ചു, അവൻ കണ്ണുരുട്ടി. ശരീരത്തെ വേദനിപ്പിച്ചിട്ട് കിന്നാരം പറയുന്നു. അവൻ മുഖമേറ്റി. എന്നാ പിന്നെ പാക്കറ്റ് ഞാൻ എടുക്കാം. അവൾ പാക്കറ്റ് എടുത്തു പിടിച്ചു. വേണ്ട, ഇങ്ങ് അന്നേക്ക്, ഞാൻ പിടിച്ചോളാം. അവനത് വിരലിൽ കൊരുത്തു. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു. പിന്നവൻ്റെ മുഖത്തേക്ക് നോക്കി. അതേ ദേവേട്ടാ, ഈ ദേഷ്യം കാണാൻ നല്ല ചന്താ കേട്ടോ. അവൻ മുഖം കൂർപ്പിച്ചു പിടിച്ചു. അയ്യടാ, എന്തോത്തിന് കൊള്ളാം, അവൾ പുച്ഛിച്ചു. എവിടെ, അവനൊരു കുലുക്കമില്ല. അവൾ പെട്ടെന്ന് മുകളിലേക്കൊന്നാഞ്ഞു. അവൻ്റെ ചുണ്ടിൽ തന്നെ ഒരു ഉമ്മയങ്ങ് കൊടുത്തു. അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി. അടങ്ങിക്കിടന്നോ, വാശി പിടിച്ച് കുത്തിക്കിഴിച്ചത് വേദനയെടുക്കും. ഓ പിന്നെ, ഇതൊക്കെ എന്ത്? പെണ്ണായി പിറന്ന എന്നായാലും ഏറ്റവും വലിയ വേദന അനുഭവിക്കേണ്ടവർ തന്നെയാ. അതെന്ത് വേദന? കേട്ടിട്ടില്ലേ, ഡെലിവറി പെയിൻ? ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകര വേദന അതൊരമ്മയാകുന്നതിൻ്റെ ദേവേട്ടാ. നമ്മുടെ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ടോ അതൊക്കെ ഒരേ സമയം ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന. അവളുടെ പറച്ചിൽ കേട്ടതും അവൻ്റെ ഉള്ളൊന്ന് കിടുങ്ങി. അവൻ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടതും അവൾ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. എന്താ ദേവേട്ടാ? അവൻ്റെ മനസ്സ് അവിടെങ്ങുമല്ലെന്ന് കണ്ടതും അവൾ അവനെ കുലുക്കി. ദേവേട്ടാ, നടക്ക്, നമുക്ക് പോണ്ടേ? അവനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു.
അവൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കേട്ടതും സ്റ്റാഫുകൾ നിലത്തേക്ക് നോക്കി. അയാൾ അതേ കിടപ്പ് തന്നെ. അവൻ അയാളെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സ്റ്റാഫുകൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അപ്പം തന്നെ 2 പേർ വന്ന് അയാളെ പൊക്കിയെടുത്ത് പുറത്തേക്ക് ഓടി. വിക്രം അക്ഷമനായി മുറ്റത്ത് തന്നെ നിൽക്കുന്നു. ഹലോ അങ്കിൾ, ഇതെന്താ മുട്ടയിടാൻ വെമ്പുന്ന കോഴിയെ പോലെ? മുകളിൽ നിന്നൊരു കിളിക്കൊഞ്ചൽ. വിക്രമിനറിയാം അതാരാണെന്ന്. എന്നിട്ടും അവനത് മൈൻഡ് ചെയ്തില്ല. ഹലോ അങ്കിളേ, എന്താടോ ഒരു മൈൻഡില്ലാത്തത്? കൊച്ചു വിടാൻ ഭാവമില്ല. മീര, കുഞ്ഞു കളിക്കാനുള്ള നേരമില്ല എനിക്ക്. ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പിന്നൽ പോകാത്തതെന്താ? അതിന് സമ്മതിക്കണ്ടേ? ആ, അപ്പം അങ്കിളിൻ്റെ ആവശ്യം എൻ്റെ അഗ്നിയേട്ടനില്ല, മനസ്സിലായോ? ഇനി ഒരു 100 പേര് വന്നാലും അഗ്നിയേട്ടൻ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അങ്കിളിൻ്റെ ഒരാവശ്യവും അവർക്കില്ല. അവനൊന്ന് മൂളി, പിന്നൊന്നും നോക്കാതെ കാറിൻ്റെ അരികിലേക്ക് നടന്നു. പാവം, ഇങ്ങനെയൊരു മനുഷ്യൻ. അവൾ ചിരിയോടെ സുമതിയമ്മയെ ചൊറിയാനായി താഴേക്ക് ഓടിയിറങ്ങി. കാറിലേക്ക് അവളെ ഇരുത്തിക്കൊണ്ട് അവൻ അവളെ നോക്കാതെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഓ, എന്താ ഒരു ജാട! അവൾ പുച്ഛിച്ചു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തതും അവൾ സീറ്റിലേക്ക് കണ്ണടച്ച് ചാരി. അവൻ ഏറെ കണ്ടിട്ട് അവളെ ഒന്ന് നോക്കി. വേദന കൊണ്ട് മുഖം ചുളുങ്ങുന്നോ എന്നൊക്കെ. ടൗൺ ഏരിയ കഴിഞ്ഞതും അവൾ ഒരു കണ്ണ് മെല്ലെ തുറന്ന് അവനെ നോക്കി. ഓഹോ, മാറ്റമൊന്നുമില്ലല്ലേ? ഇപ്പം ശരിയാക്കി തരാം. അവൾ മനസ്സിൽ കൗണ്ട് തുടങ്ങി. അയ്യോ ദേവേട്ടാ! അവൾ ഒരൊറ്റ കാറൽ. അഗ്നി ഞെട്ടലോടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. നച്ചൂട്ടാ, എന്താടാ, വേദനിക്കുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. കേൾക്കണ്ടേ? വേറെങ്ങും കുത്താനിടം കിട്ടിയില്ല. അവൻ എന്തൊക്കെയോ പരിഭവം പറഞ്ഞുകൊണ്ട് അവളെ അങ്ങനെ തന്നെ കൈകളിൽ കോരി മടിയിലേക്കിരുത്തി. അവൾക്ക് ചിരി വന്നിട്ട് പാടില്ല. അവൾ അവൻ്റെ കഴുത്തിലേക്ക് കൈ ചുറ്റി. ദേവേട്ടാ, എന്താടാ, വേദനിക്കുന്നോ? അവൾ ചുണ്ടു കൂർപ്പിച്ച് തലകുലുക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുഞ്ഞാ, ഇനിയിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടാലോ? അവൻ്റെ മുഖത്ത് ടെൻഷൻ. വേണ്ട ദേവേട്ടാ, എനിക്കേ ഈ ഡെവിൾ ഒരു ഉമ്മ തന്നാൽ മാത്രം മതി. എൻ്റെ വേദനയൊക്കെ പൊയ്ക്കോളും. അവൻ കണ്ണുകൾ ചുരുക്കി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾ കുസൃതിയോടെ ചിരി കടിച്ചു പിടിച്ചു. നച്ചൂട്ടാ. എന്താ ദേവേട്ടാ? സത്യമായും എൻ്റെ കുഞ്ഞിന് വേദന എടുക്കുന്നോ? പിന്നെ ഭയങ്കര വേദനയാ ദേവേട്ടാ. ആഹാ, എടി കള്ളി! അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവളുടെ നെഞ്ച് അവൻ്റെ ദൃഢമായ നെഞ്ചിൽ അമർന്നു. ആ ഒരു നിമിഷം അവൻ്റെ വികാരങ്ങൾ ഉണർന്നു. അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകി. അവൻ്റെ മുഖം ചരിഞ്ഞു. അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. അവൾ ചിരിയോടെ അവനിൽ പറ്റിച്ചേർന്നു. അവൻ അവളുടെ മുഖം പിടിച്ചെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ നോട്ടത്തിൽ അവളുടെ ചിരി മാഞ്ഞു. പകരം മറ്റൊരു വികാരം ഉടലെടുത്തു. അവൻ കുറച്ച് നിമിഷം നോക്കിയിരുന്ന ശേഷം അവളുടെ ചുണ്ടുകളിൽ മെല്ലെ തഴുകി. ദേവേട്ടാ. അവൾ വിളിച്ചതും അവൻ്റെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. പിന്നെ ആ ചുണ്ടുകളിൽ തൻ്റെ ചുണ്ട് ചേർത്ത് വച്ചു. അവൻ്റെയും അവളുടെയും കണ്ണുകൾ കൂമ്പി അടഞ്ഞു. മെല്ലെ കീഴ്ചുണ്ടിനെ നുണഞ്ഞുകൊണ്ട് അവൻ നാവുകൊണ്ട് ചുണ്ടിനെ തഴുകി. മെല്ലെ കീഴ്ചുണ്ടിൽ നിന്നും മേൽചുണ്ടിലേക്ക് അവൻ സഞ്ചരിച്ചു. മെല്ലെ മെല്ലെ നുണഞ്ഞുകൊണ്ട് അവൻ നാവുള്ളിലേക്ക് കടത്തി നാവിനെ തഴുകി. അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. ആ തക്കത്തിന് നാവിനെ നുണഞ്ഞു വലിച്ചു. ഉമിനീരുകൾ കൂടിക്കലർന്നു. ആ നിമിഷം അവൻ്റെ കൈകൾ മാറിൽ തഴുകി. അവൾ പിടച്ചിലോടെ കണ്ണുകൾ തുറന്നു. അവൻ്റെ കൈയുടെ ചലനം അവളിൽ വിറയലുണ്ടാക്കി. പക്ഷെ അവൻ അതൊന്നും അറിയാതെ താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ലയിച്ചിരുന്നു. അവളെ അല്പം പിന്നിലേക്ക് വളച്ചുകൊണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പം അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തിമുത്തി. മീശ കുത്തി അവളിൽ ഇക്കിളിയുണ്ടായി. അവളിൽ നിന്നും ഉയർന്നൊരു ശബ്ദം. അതോടെ അവൻ്റെ മുഖം നെഞ്ചിലമർന്നു. അവൾ കുറച്ചുകൂടി പിന്നിലേക്ക് വളഞ്ഞുപോയി. ഒന്നമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവനവളെ നേരെയാക്കി. നച്ചൂട്ടാ,
അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. എനിക്ക് എന്തൊക്കെയോ വേണമെന്നുണ്ട്, പക്ഷേ അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകൾ ഗ്ലാസ്സിലേക്ക് നീണ്ടു. തൻ്റെ ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ടതും വിക്രം മനസ്സിലോർത്തുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് തിരികെ സീറ്റിലേക്ക് ഇരുത്തി. എന്താ ദേവേട്ടാ? നമ്മൾ ലേറ്റായതുകൊണ്ട് വിക്രം തിരക്കി ഇറങ്ങിയതാ. ദോ വരുന്നുണ്ട്. അവൾ പിന്നിലേക്ക് നോക്കി. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ ഡ്രസ്സൊക്കെ നേരെയാക്കി. അവളുടെ ചുണ്ട് സ്ട്രോബെറി പോലെ ആയെന്ന് അവന് തോന്നി. അവനൊരല്പം ജാളിത തോന്നി. ശേഷം തൻ്റെ മുഖവും ഗ്ലാസ്സിൽ നോക്കി. വലിയ കുഴപ്പമില്ല, പക്ഷെ ഒരു കള്ള ലക്ഷണമില്ലേ? അവന് തന്നെ തോന്നി. വിക്രം അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് കാർ നിർത്തി ഇറങ്ങി. ബോസ്, അവൻ ഗ്ലാസ്സിൽ മുട്ടി. അഗ്നി പെട്ടെന്ന് ഫോൺ എടുത്ത് സൈലന്റ് മോഡിലാക്കി കാതോട് ചേർത്ത് ഗ്ലാസ് താഴ്ത്തി. ബോസ് 1 മിനിറ്റ്, ഫോണിൽ പറഞ്ഞുകൊണ്ട് അഗ്നി വിക്രമിനെ നോക്കി. എന്താ വിക്രം, നീ എന്താ ഇവിടെ? അത് ബോസ്, നിങ്ങൾ വരാൻ ലേറ്റാകുന്നത് എനിക്കെന്തോ. എൻ്റെ വിക്രം, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. മീരയും അമ്മയും സേഫല്ലേ? അതെ ബോസ്. എന്നാ പോവാൻ നോക്ക്. വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് കെട്ടിയെടുത്തേക്കുവാ, അവൻ ചുണ്ടിൽ വെച്ച് പറഞ്ഞു. എന്താ ബോസ്? എന്ത്? അല്ല, ബോസ് എന്തോ പറഞ്ഞതുപോലെ. ഓ ഒന്നുമില്ല എൻ്റെ വിക്രം, ഒന്ന് പോയേ. കൈകൊണ്ട് ചിരി മറയ്ക്കുന്ന നച്ചുവിനെ കണ്ടതും വിക്രം ഒന്നിളിച്ചു. സോറി ബോസ്. അവൻ തിരിഞ്ഞു. ഡെവിളിന് ഷുഗർ കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. വിക്രം പിറുപിറുത്തു. വിക്രം പോയതും നച്ചു പൊട്ടിച്ചിരിച്ചു. അഗ്നി അവളെ ദയനീയമായി ഒന്ന് നോക്കി. ദേവേട്ടാ, നമുക്ക് ബീച്ചിലേക്ക് വിട്ടാലോ? എൻ്റെ പൊന്നോ, വേണ്ട. ദയാപ്പോയ സാധനം സെക്കൻഡുകൾക്കുള്ളിൽ അവിടെയും എത്തും. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ ചിരിച്ചു. നമുക്ക് നമ്മുടെ സീഫേസ് വില്ല തന്നെ മതി നച്ചൂട്ടാ. അവിടെയാണ് നമ്മുടെ സ്വർഗം. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. വില്ലയിലെത്തിയവൻ മുറ്റത്ത് തന്നെ നിൽക്കുന്ന വിക്രമിനെ കണ്ട് രൂക്ഷമായി ഒന്ന് നോക്കി. വിക്രം ഒന്നിളിച്ചു. അഗ്നി നേരെ വന്ന് നച്ചുവിനെ കയ്യിലെടുത്തു. വിക്രമിൻ്റെ അടുത്ത് വന്നവൻ, അതെ, അതിൽ കുറച്ച് പാക്കറ്റുണ്ട്, അതെടുത്തിട്ട് കാർ ശരിക്കും പാർക്ക് ചെയ്തേക്ക്. എന്നിട്ടിപ്പം തന്നെ നീ വിട്ടോ. വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അയ്യോ, അതെന്താ ബോസ് പെട്ടെന്ന്? ആ, അതിപ്പോൾ അങ്ങനെയാ. വേഗം വിട്ടോ. വേണ്ടത് ഞാൻ അക്കൗണ്ടിലിടാം. കുറച്ച് ദിവസം അമ്മയോടൊപ്പം പോയി നിൽക്ക്. ബോസ്, എന്നെ കണ്ട അമ്മ അപ്പം തുടങ്ങും കല്യാണമേളം. ആ, അതിൻ്റെ ഒരു കുറവുണ്ട് നിനക്ക്. ചെല്ല്, വേഗം പോയി കല്യാണം കഴിക്കാൻ നോക്ക്. വെറുതെ ബാക്കിയുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ കച്ച കെട്ടി ഇറങ്ങിയേക്കുവാ. പേരോ സെക്യൂരിറ്റി. അഗ്നി ഇതൊക്കെ മനസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. ബോസ്, ഞാൻ പോകുന്നില്ല. വിക്രം, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അമ്മ എത്ര നാളായി നിന്നെ കാത്തിരിക്കുന്നു. പോയിട്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്ക്. ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ. പിന്നെ എമർജൻസി എന്തെങ്കിലും വന്നാൽ ഞാൻ അറിയിക്കാം. ബോസ്, എനിക്കിപ്പോൾ ശാന്തിക്ക് കുറവില്ല ബോസ്. പിന്നെ ഞാൻ... അഗ്നി കത്തുന്നൊരു നോട്ടം നോക്കി അകത്തേക്ക് നടന്നു. നിനക്കല്ല, എനിക്കാണ് അല്പം ശാന്തി വേണ്ടത്, പൊട്ടൻ. അഗ്നി മനസ്സിൽ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി. അവൻ തലയുയർത്തി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അങ്കിളിൻ്റെ ആവശ്യമൊന്നും എൻ്റെ അഗ്നിയേട്ടനില്ല. ഇപ്പോഴേ എൻ്റെ ചേച്ചിയെ മാത്രം മതി പുള്ളിക്ക്. നിങ്ങളൊക്കെ ഔട്ട്. അവൾ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. വിക്രം പുഞ്ചിരി തൂകി. അമ്പട, അപ്പം കാർ നിർത്തി റൊമാൻസ് ആയിരുന്നു. ഞാൻ ചെന്നത് ഇഷ്ടമായില്ല. അതാണ് കാര്യം. എൻ്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? റൂമിൽ ചെന്ന് അഗ്നി അവളെ ബെഡിലേക്ക് കിടത്തി. ദേവേട്ടാ, എനിക്കെന്താ അസുഖമാണോ ഇങ്ങനെ അങ്ങ് പരിപാലിക്കാൻ? ഇങ്ങനെ എടുത്ത് നടക്കുന്ന കണ്ട എനിക്ക് കാലിന് സ്വാധീനമില്ലെന്നേ ആളുകൾ കരുതൂ. ആ, അങ്ങനെ കരുതിക്കോട്ടെ. അവൻ റൂമിൽ നിന്നും തിരിഞ്ഞു. വാതിലിലേക്ക് പോയി പെട്ടെന്ന് തിരിഞ്ഞു വന്നു. ഞാൻ വരുന്നത് വരെയും അനങ്ങരുത്. വിരൽ ചൂണ്ടിക്കൊണ്ട് താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി. അവൾ അവനെ നോക്കി കൊഞ്ഞനം കുത്തി. പിന്നെ ചിരിയോടെ മേലേക്ക് നോക്കി.
അഗ്നി താഴെ ചെന്ന് വിക്രം കൊണ്ടുവച്ച പാക്കറ്റ് എടുത്തു. മീര! അഗ്നിയുടെ വിളി കേട്ടതും അവൾ ചാടി ഇറങ്ങി ഓടി വന്നു. അഗ്നി അതിൽ നിന്നും ചെറിയ ബോക്സ് കയ്യിലാക്കി ബാക്കി അവൾക്ക് നീട്ടി. എന്താ അഗ്നിയേട്ടാ? ഇതെൻ്റെ മീരമോൾക്കും അമ്മയ്ക്കും ഉള്ളതാ. ചെല്ല്, പോയി ഇട്ട് നോക്ക്. അപ്പോൾ അതോ? അവൻ്റെ കയ്യിലേക്ക് ചൂണ്ടി അവൾ ചോദിച്ചു. അത് എൻ്റെ പെണ്ണിന്. ആ, എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായി? അതിലെന്താണെന്ന്? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെയുണ്ട്, അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് തിരിച്ചോടി. ഇങ്ങനെ ഒരു കുരിപ്പ്. ചിരിയോടെ അഗ്നി മുകളിലേക്ക് കയറി. അവൻ ചെല്ലുമ്പോൾ അവൾ അതേ കിടപ്പ് തന്നെയാണ്. അവൻ ചുണ്ടിലൂറിയ കുസൃതി ചിരിയോടെ ഡോർ ലോക്കിട്ട് അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. എന്താ ദേവേട്ടാ? അവൻ്റെ നോട്ടം കണ്ടവൾ ചോദിച്ചു. അവൻ ബോക്സ് മുന്നിലേക്ക് നീട്ടി. അവളുടെ മിഴികൾ പിടച്ചു. അവൻ നിലത്ത് മുട്ടുകുത്തി. അവൻ അവളെ നോക്കി. എന്താ ദേവേട്ടാ? അവൻ്റെ കണ്ണിൽ കുസൃതി, ചുണ്ടിൽ ഒരു പുഞ്ചിരി. അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവളുടെ നോട്ടം കണ്ടതും അവൻ മെല്ലെ പറഞ്ഞു. നച്ചൂട്ടാ, ഇതില്ലേ, ഞാൻ എൻ്റെ കുഞ്ഞിന് അണിഞ്ഞു തരാൻ പോവാ. അവൻ്റെ ആ പറച്ചിൽ കേട്ടതും അവളുടെ കിളികൾ പറന്നു. അവളുടെ നെഞ്ചിടിപ്പ് കൂടി. അവൻ്റെ കൈ അവളുടെ ടോപ്പിൽ പിടിമുറുക്കി.